Hello, Structural and Iteration Engineering ഡ്രോയിങ്ങിൻ്റെ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ 1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്കറിയാം സ്ട്രക്ചറിൻ്റെ ഡീറ്റെയിൽസ് ഡ്രോയിങ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ ഡിസൈൻ 1 എന്നുള്ള സബ്ജക്റ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റീഇൻഫോഴ്സ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്, അതിലെങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ട ഫാക്ടേഴ്സും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് അത് നിങ്ങൾ ആ ഡിസൈൻ ചെയ്ത സംഭവങ്ങൾ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്തുണ്ടാവും, ഡിസൈൻ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ടാവും, അത് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പറയാൻ പോകുന്നത് ബീം, സ്ലാബ്, കോളം വിത്ത് ഫൂട്ടിങ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ മൊഡ്യൂൾ 1-ൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നത് ബീമിൽ തന്നെ ഫസ്റ്റ് സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമുണ്ട്, ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബീമിൽ നമ്മൾ ആ ഒരു RCC സ്ട്രക്ചറിൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണ്? കോൺക്രീറ്റ് എന്ത് ചെയ്യുന്നില്ല, ടെൻഷൻ ബിയർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ടെൻഷൻ എന്ത് ചെയ്യണം, ബിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സിംഗിളി റീഇൻഫോഴ്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ സോണിൽ നമ്മൾ എന്ത് കൊടുക്കും, ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ബീമിനെ സിംഗിളി റീഇൻഫോഴ്സ് ബീം എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ബോട്ടത്തിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബോട്ടത്തിലാണ് എന്ത് വരുന്നത്, ടെൻഷൻ റീജിയൻ, മുകളിൽ കംപ്രഷനാണ്. അപ്പോൾ ആ ടെൻഷൻ റീജിയനിൽ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഒരു താഴെ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എന്ത് പറയും, സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറയും. ഇനി നമ്മൾ ഡബിൾ റീഇൻഫോഴ്സ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ബോട്ടത്തിലും എന്ത് ചെയ്യും, മുകൾ ഭാഗത്തും ബോട്ടം ആൻഡ് ടോപ്പ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ബോട്ടത്തിലും ടോപ്പിലും എന്ത് ചെയ്യും, മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. ഇത് നമ്മൾ എപ്പോഴാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റെസ്ട്രിക്ഷൻ പറയുകയാണ്, ബീമിൻ്റെ സൈസിൻ്റെ റെസ്ട്രിക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിലാണ് ഡബിൾ റീഇൻഫോഴ്സ്ഡ് ബീം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം, എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വരിക, നമുക്ക് എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് പറയാം. An RCC beam is reinforced with 7 numbers of 16 mm diameter bars in which 3 numbers are in compression zone and 4 numbers are in tension zone. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഒരു റീഇൻഫോഴ്സ്ഡ് ബീം ഉണ്ട്, അതിൽ 7 നമ്പേഴ്സ് 7 പിന്നെ റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. ആ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ്. ആ 16 mm ഡയമീറ്ററിലുള്ള ഈ 7 എണ്ണം ഒറ്റയടിക്ക് ഒരു സൈഡിലല്ല കൊടുത്തിരിക്കുന്നത്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, 3 നമ്പേഴ്സ് ഇൻ കംപ്രഷൻ സോൺ ആണ്. കംപ്രഷൻ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ട്, 3 എണ്ണവും. ആൻഡ് ടെൻഷൻ സോൺ ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്, ബോട്ടത്തിലാണ്. ബോട്ടത്തിൽ എത്രയാണുള്ളത്, 4 നമ്പേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് 10 diameter stirrup. സ്റ്റിറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ റീഇൻഫോഴ്സ്മെൻറ്റിനെ കണക്ട് ചെയ്യാൻ. ഈ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് വെറുതെ കമ്പികൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിൽക്കില്ലല്ലോ, അതായത് 4 ഓരം ചുറ്റിയിട്ട് കൊടുക്കുന്ന സംഭവത്തിനാണ് സ്റ്റിറപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റിറപ്പ് എത്രയാണ് തന്നിട്ടുള്ളത്, 10 mm ഡയമീറ്റർ ആണ്. അത് എത്രയാണ് സ്പേസിങ്, അതിൻ്റെ ഇടയിലുള്ള സ്പേസിങ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ സ്റ്റിറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ സ്റ്റിറപ്പിന് ഇങ്ങനെ 4 പുറം കണക്ട് ചെയ്തിട്ടുള്ള ഭാഗം, അതാണ് എത്ര പറഞ്ഞിട്ടുള്ളത്, 10 mm ഡയമീറ്റർ. ഇനി അതിൻ്റെ സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റിറപ്പിൽ നിന്നും മറ്റേ സ്റ്റിറപ്പ് വരെയുള്ളതാണ് സ്പേസിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സ്പേസിങ്ങും തന്നിട്ടുണ്ട്, എത്രയാണ്, 200 mm ആണ് പറഞ്ഞിട്ടുണ്ട്. ദെൻ സൈസ് ഓഫ് ബീം ഈസ് 300/500. അപ്പോൾ ബീമിൻ്റെ സൈസ് എത്രയാണ്, അപ്പോൾ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ ബീം കാണാനുണ്ടാവുക. അപ്പോൾ ബീമിൻ്റെ സൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എത്രയാണ്, 300 എത്രയാണ് പറയുമോ, 500 ആണ് തന്നിട്ടുള്ളത്. അതായത് 300 ഇത് 500 ഡെപ്ത് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ബീമിൻ്റെ സൈസ് തന്നിട്ട് ദ തിക്നെസ് ഓഫ് വാൾ ഈസ് 300. അതായത് നമ്മൾ ബീം വെറുതെ വായിൽ നിൽക്കല്ല, വാളിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുക. അപ്പോൾ വാളിൻ്റെ തിക്നെസ്സും എത്ര പറഞ്ഞിട്ടുണ്ട്, വാളിൻ്റെ തിക്നെസ് 300 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ഡ്രോ ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ എലിവേഷൻ ആൻഡ് ക്രോസ് സെക്ഷൻ ഓഫ് ദ ബീം അറ്റ് ദ സെൻറ്റർ ആൻഡ് സപ്പോർട്ട്. സപ്പോർട്ടിലുള്ളതും സെൻറ്ററിലുള്ള ക്രോസ് സെക്ഷനും നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ ഇതാണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എലിവേറ്റഡ് ആയി കാണുന്ന വ്യൂ ആണ് ലോഞ്ചിറ്റ്യൂണൽ എലിവേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു സപ്പോർട്ട്, രണ്ട് സപ്പോർട്ട് ഉണ്ട്. ഈ സപ്പോർട്ടാണ് നമ്മൾ ആ വാളിൻ്റെ മുകളിലാണ് നമ്മൾ ബീം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം? ആദ്യം വാൾ വരയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു ലൈൻ എടുക്കും, എന്നിട്ട് വാളിൻ്റെ തിക്നെസ് എത്രയാണ്? 300. എന്നിട്ട് അത് വരച്ചു. എന്നിട്ട് അത് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ് നമ്മളെ ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞാൽ രണ്ട് സപ്പോർട്ടുകൾക്ക് ഇടയിലുള്ള സ്പാന് 5000 mm തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത സപ്പോർട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ വരച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ലൈൻ വരയ്ക്കും. ആ ലൈൻ വരച്ചു കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്കുള്ള എന്ത് കിട്ടണം? നമ്മളെ ബീമിൻ്റെ ഡെപ്ത്. ആ ബീമിൻ്റെ ഡെപ്ത് എത്ര തന്നിട്ടുണ്ട്? 500 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 500 എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വരച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് വരയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ളിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് പറയുമ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു ഫോം വർക്കിൻ്റെ ഉള്ളിലാണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെറിയ കട്ടകൾ കൊടുക്കണം. അതാണ് നമ്മളെ കവറാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ കവർ എത്ര നമ്മൾ പ്രൊവൈഡ് ചെയ്യണം? നമ്മളൊരു 25-20 മിനിമം ആണ്. 25 mm എപ്പോഴും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക ബീമിൻ്റെ കേസിൽ. അപ്പോൾ 25 mm കവർ വിട്ടിട്ട് വേണം എന്ത് കൊടുക്കാൻ? നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് വരച്ച് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫുള്ള് കോൺക്രീറ്റിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ നമ്മളുടെ റീഇൻഫോഴ്സ്മെൻറ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കും. അതായത് 25 mm കവർ വിട്ടിട്ടാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കാണിക്കുക. അപ്പോൾ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് എത്രയാണ്? 3 എണ്ണം താഴെയും 4 എണ്ണം 4 എണ്ണം താഴെ 3 എണ്ണം മുകളിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം ഫിഗർ വരച്ച് വരാൻ. അപ്പോൾ ഇങ്ങനെ റീഇൻഫോഴ്സ്മെൻറ്റ് മുകളിൽ നിന്ന് പോകുന്നുണ്ടാവും, താഴെ ഈ 4 എണ്ണം ഇങ്ങനെയും പോകും. ക്ലിയർ ആണോ? എന്നിട്ട് അതിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിറപ്പ് ബാർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫിഗർ നന്നായിട്ട് നോക്കുക. പിന്നെ നമുക്ക് അറിയേണ്ടത് എത്ര സ്റ്റിറപ്പ് ബാർ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ സ്റ്റിറപ്പ് നമ്മൾ ബാർ നമുക്ക് അറിയാം എത്രയാണ്? 200 mm സ്പേസിങ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? മൊത്തം ലെങ്ത് നമുക്ക് അറിയണം. അപ്പോൾ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് മൊത്തം ലെങ്ത് പറയുമ്പോൾ ടോട്ടൽ സ്പാൻ എത്രയാണ് തന്നിട്ടുള്ളത്? 5000 ആണ് ക്ലിയർ സ്പാൻ, പ്ലസ് 2 സപ്പോർട്ട് കൂടിയ 300 + 300. അപ്പോൾ എത്രയാണ് മൊത്തം ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ? 5600 ആണ് എന്ത് വരുന്നത്? മൊത്തം ലെങ്ത്. ഈ 5600 മൈനസ് രണ്ട് സൈഡിലുള്ള കവർ എത്രയാണ്? മൈനസ് 2 ഇൻറ്റു രണ്ട് സൈഡിലെ കവർ 25 ആണ് നമ്മളെ കവർ. അപ്പോൾ -2 -2 × 20. അപ്പോൾ നമ്മളുടെ ടോട്ടൽ എന്ത് കിട്ടും? റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ലെങ്ത് കിട്ടും. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിലാണ് എന്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക? നമ്മുടെ സ്റ്റിറപ്പ് ബാർ കൊണ്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റിറപ്പ് ബാർസ് ഇങ്ങനെയായിരിക്കും. ഈ ടോട്ടൽ ലെങ്ത് ഡിവൈഡഡ് ബൈ എത്രയാണ് സ്പേസ് തന്നിട്ടുള്ളത്? 200 സ്പേസ് കൊടുക്കുക, +1 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്പർ ഓഫ് സ്റ്റിറപ്പ് ബാർസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മളിത് കറക്റ്റായിട്ട് വരയ്ക്കുക. വരച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിലിംഗ് ചെയ്യണം. അതായത് കറക്റ്റ് ഡ്രോയിങ്ങിന് 8 മാർക്കും, പിന്നെ ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2 മാർക്ക്, നീറ്റ്നെസ്സിന് 1 മാർക്ക് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് 16 mm ഡയയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. 200 mm സെൻറ്റർ ടു സെൻറ്റർ. ഇത്രയാണ് ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് 15 മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യും. പിന്നെ അടുത്ത 10 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രോസ് സെക്ഷൻ ഓഫ് ദ ബീം അറ്റ് സെൻറ്ററും അറ്റ് സപ്പോർട്ടുമാണുള്ളത്. അപ്പോൾ സെൻറ്റർ ക്രോസ് സെക്ഷൻ അറ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ട് ചെയ്ത പോർഷനിൽ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗമാണ് നമ്മൾ ക്രോസ് സെക്ഷൻ സെൻറ്റർ എന്ന് പറയുമ്പോൾ. അപ്പോൾ സെൻറ്ററിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് എന്ത് തന്നെയായിരിക്കും? 4 റീഇൻഫോഴ്സ്മെൻറ്റ് താഴെ വരും, 3 റീഇൻഫോഴ്സ്മെൻറ്റ് മുകളിലും വരും. അപ്പോൾ 3 എണ്ണം എന്ന് പറയുന്നത് അറ്റത്ത് നിന്നിട്ട് അതിൻ്റെ 4 ഈ സ്റ്റിറപ്പ് ബാർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്റ്റിറപ്പ് ബാറിൻ്റെ ഡയമീറ്റർ എത്രയെന്ന് പറയണം, മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഡയമീറ്റർ എത്ര അറിയണം, ഇവിടെയുള്ള ബോട്ടത്തിലുള്ള ഇത്രയും കാര്യങ്ങൾ അവിടെ മാർക്ക് ചെയ്യണം. പിന്നെ അതുപോലെ വിഡ്ത്തും അതുപോലെ ഡെപ്തും മാർക്ക് ചെയ്യണം നമ്മൾ കറക്റ്റായിട്ട്. ഇനി സപ്പോർട്ട് കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞാലും സെയിം കണ്ടീഷനാണ് വരിക. ഇവിടെ രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ബീമിൻ്റെ കേസിൽ, ഡബിൾ റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ കേസിൽ. ഇനി ചില ക്വസ്റ്റ്യനിൽ എന്ത് പറയും?
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്ലിയർ കവർ തന്നിട്ടുണ്ട്, ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. എ ഡബ്ല്യു റീഇൻഫോഴ്സ് ബീം ഹാസ് ദ ഫോളോയിങ് പർട്ടിക്കുലർ. ക്ലിയർ സ്പാൻ തന്നിട്ടുണ്ട്. എൻഡ് ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 mm ഓൺ ഈച്ച് എൻഡ് ആണ്. വാൾ തിക്നെസ് 300 mm. അപ്പോൾ വാൾ തിക്നെസ് 300 mm ഉണ്ട്. പക്ഷെ ബിയറിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര കയറി നിൽക്കുന്നുള്ളൂ നമ്മളെ ബീം കയറി നിൽക്കുന്നത് 250 ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫിഗർ പോലെ വാളിലേക്ക് എന്ത് കൊടുക്കേണ്ട, 300 mm കയറ്റിയിട്ട് നമ്മൾ നേരത്തെ ഫിഗറിൽ ഈ 300 mm ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വരയ്ക്കുമ്പോൾ എന്താണ്, എൻഡ് ബിയറിംഗ് പറഞ്ഞാൽ 250 mm ഉള്ളൂ. അപ്പോൾ നമ്മൾ വാൾ വരച്ച് 300 അടിച്ചു കഴിഞ്ഞാൽ ആ വാളിൻ്റെ ഇത്രേ വരുന്നുള്ളൂ. അതായത് 250 mm ഉള്ളൂ ഉള്ളിലേക്ക് കയറി നിന്നിട്ടുള്ള നമ്മളെ ബാക്കിയുള്ള ഭാഗത്ത് ബീം കയറി നിന്നായിട്ട് കാണിക്കരുത്. അതാണ് ഫസ്റ്റ് ചേഞ്ച്. പിന്നെ ക്രോസ് സെക്ഷൻ ഓഫ് ബീം തന്നിട്ടുണ്ട്. ക്ലിയർ കവർ സ്റ്റിറപ്പ് തന്നിട്ടുണ്ട്. ടു സ്റ്റിറപ്പ് 25 mm ആണ്. പിന്നെ ബീം ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് 3 numbers ഓഫ് 200 mm സെൻറ്റർ ബാർ ബെൻഡപ്പ് ആണ്. അപ്പോൾ നമ്മളുടെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് 2 numbers ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഡബ്ല്യു അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് 3 numbers 22 mm വിത്ത് സെൻട്രൽ ബാർ ബെൻഡപ്പ്. അതായത് ഈ 3 നമ്പേഴ്സിൽ സെൻട്രലുള്ള ബാർ എന്ത് ചെയ്തിട്ടുണ്ട്, ബെൻഡപ്പ് ബാർ ആണ്. അത് എത്രയിലാണ് ചെയ്തിട്ടുള്ളത്, ബെൻഡപ്പ് അറ്റ് 0.15 ഓഫ് എഫക്റ്റീവ് സ്പാനിൻ്റെ 0.15 അത്രയും എന്ത് ചെയ്തിട്ടുണ്ട്, ബെൻഡപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് മുകൾ ഭാഗത്ത് 2 numbers 16 mm. ഇനി അതിൽ തന്നെ താഴെ കൊടുത്തിട്ടുള്ളത് സ്റ്റിറപ്സ് 8 mm. അതായത് ഈ മെയിൻ റീഇൻഫോഴ്സ്മെന്റിനെ കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റിറപ്പ് എത്രയാണ്, 8 mm ആണ്. അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ 100 mm ആണ്. പിന്നെ അപ് ടു 0.15 ഓഫ് എഫക്റ്റീവ് സ്പാൻ. അതായത് രണ്ട് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അത് 100 mm സെൻറ്റർ ടു സെൻറ്റർ ആണ്. എത്ര ഭാഗം, 0.15 ഓഫ് എഫക്റ്റീവ് സ്പാൻ ആൻഡ് റിമൈനിങ് അറ്റ് 125 ടു സെൻറ്റർ. അതായത് നമ്മൾ സ്റ്റിറപ്പ് ബാർ സെൻറ്റർ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 0.15 ഓഫ് എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് 100 mm സെൻറ്റർ ടു സെൻറ്റർ. ബാക്കി പോർഷൻ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, സെൻറ്റർ ടു സെൻറ്റർ 120. അതായത് എപ്പോഴും നമ്മൾ കൂടെയൊക്കെ എല്ലാതും നമുക്ക് കഴിഞ്ഞ ഫിഗറിൽ നമ്മളെല്ലാം 200 mm സെൻറ്റർ ടു സെൻറ്റർ ആണെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കുറച്ച് പോർഷൻ 100 mm വിട്ടിട്ടാവണം. ചിലത് അത് കഴിഞ്ഞിട്ട് എത്രയാണോ 125 mm വിട്ടിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് അത് വരയ്ക്കുന്നത് നോക്കാം. അപ്പോൾ അതിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നമ്മൾ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ എഫക്റ്റീവ് സ്പാൻ എന്താണ്, നമ്മൾ ബിയറിങ്ങിൻ്റെ സെൻറ്റർ മുതൽ അടുത്ത ബിയറിങ്ങിൻ്റെ സെൻറ്റർ വരെ ഉള്ളത്. അതായത് ബിയറിങ് 250 ആണ്. അപ്പോൾ 250ൻ്റെ പകുതി മുതൽ ക്ലിയർ സ്പാൻ പ്ലസ് അടുത്ത 250ൻ്റെ പകുതി. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് സ്പാൻ കിട്ടും. പിന്നെ നമുക്ക് എഫക്റ്റീവ് സ്പാൻ തന്നിട്ടുണ്ട്. പിന്നെ എഫക്റ്റീവ് സ്പാനിൻ്റെ 0.15 എന്ത് പറഞ്ഞിട്ടുള്ളത്, ബിയറിങ്ങിൻ്റെ അവിടുന്ന് മുതൽ ബെൻഡപ്പ്. അപ്പോൾ അത് വൃത്തിക്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും പോർഷൻ്റെ അവിടെ നമ്മൾ സ്റ്റിറപ്പ് ബാർ എത്ര mm സ്പേസിങ് കൊടുക്കണം, നമ്മൾ നമ്മുടെ 100 mm സെൻറ്റർ ടു സെൻറ്റർ ആണ്. നമ്മൾ 0.15 ഓഫ് എഫക്റ്റീവ് സ്പാൻ പറഞ്ഞില്ലേ, അവിടെ എത്രയാണ് സ്റ്റിറപ്പ് ബാർ സ്പേസിങ് വേണ്ട, 100 mm. പിന്നെ മറ്റേ ഭാഗത്ത് എത്രയാണ് വേണ്ടത്, 125 mm ആണ് സെൻറ്റർ ടു സെൻറ്റർ. അപ്പോൾ ആ ലെങ്ത് മെഷർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റിറപ്പ് ബാറിൽ നമ്പർ ഓഫ് സ്റ്റിറപ്പ് ബാർ, അതായത് എത്ര ലെങ്ത് ആണോ ആ ലെങ്ത് ഡിവൈഡ് ബൈ സ്പേസിങ് പ്ലസ് 1 ആണ് എന്ത്, നമ്പർ ഓഫ് ബാർസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, കാരണം ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഒന്നുകൂടിയും ക്ലാസ് നോട്ടിൽ ഒന്നുകൂടി നോക്കുക. ഇതേ ഫിഗർ വെച്ചിട്ട് ജസ്റ്റ്, കാരണം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാൻ ചാൻസ് കൂടുതലുള്ളത്, എപ്പോഴും ബീം ചോദിക്കുന്നതാണ്. പിന്നെ ബാക്കി എല്ലാ ക്വസ്റ്റ്യനിലും വളരെ വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നേരിട്ട് കൊടുക്കുക. പിന്നെ ഇവിടെ ഒരൊറ്റ വ്യത്യാസം ഉള്ളത്, സെൻറ്റർ ബാർ ബെൻഡ് ചെയ്തിട്ടുണ്ട് ടെൻഷൻ സോണിൽ. അപ്പോൾ നമ്മൾ സപ്പോർട്ടിൽ നോക്കുമ്പോൾ നമ്മളിപ്പോൾ സെക്ഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ സെക്ഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ടാണല്ലോ. അപ്പോൾ സപ്പോർട്ടിൽ നമുക്ക് താഴെ എത്ര ബാറേ കാണുള്ളൂ, 2 ടെൻഷൻ ബാറേ കാണുള്ളൂ. കാരണം സെൻറ്ററിലുള്ള ടെൻഷൻ ബാറിൻ്റെ ബാറ് എവിടെ കാണുള്ളൂ, മുകളിലാണ് കാണുക. കാരണം ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെയല്ലേ വന്ന് നിൽക്കുക. അപ്പോൾ ഈ താഴെ ഈ ഭാഗത്ത് കാണില്ല, പകരം സപ്പോർട്ടിൻ്റെ ഭാഗത്തുള്ളത് എവിടെ കാണും, മുകളിൽ. അപ്പോൾ ഇവിടെയാണ് നമുക്കത് അറ്റ് സെൻറ്റർ എന്ന് പറയുന്ന പോർഷൻ, അറ്റ് സപ്പോർട്ടിൽ താഴെ 2 എണ്ണം, മുകളിൽ എന്തായിരിക്കും 3 എണ്ണം വരും. ഇവിടെ 3 എണ്ണം ഉണ്ടാവും. പിന്നെ ഇവിടെ
സെക്ഷൻ സെൻറ്ററിൽ കട്ട് ചെയ്യുമ്പോൾ താഴെ 3 എണ്ണവും മുകളിൽ 2 എണ്ണം ആയിരിക്കും. അത് ഈ ഫിഗർ വരും. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫിഗർ നന്നായിട്ട് നോക്കി പഠിക്കാം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ചില സമയത്ത് കാൻഡിലിവർ ബീം ചോദിക്കാം. അപ്പോൾ കാൻഡിലിവർ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോളത്തിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ബീമാണ് കാൻഡിലിവർ. അപ്പോൾ ക്വസ്റ്റ്യനിൽ വളരെ വൃത്തിക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അത് ജസ്റ്റ് നോട്ട് ചെയ്യുക. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ ബാർ എവിടെയായിരിക്കും? വ്യത്യാസം എന്തേ ഉള്ളൂ? ടെൻഷൻ ബാർ ബോട്ടത്തിലാവില്ല, ടോപ്പ് പോർഷനിലായിരിക്കും. ഈ ഭാഗത്താണ് ടെൻഷൻ ബാർ വരിക. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ ഇതോടെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടത്. പിന്നെ 2 വിധത്തിലുള്ള ടൈപ്പ് ഓഫ് കാൻഡിലിവർ ബീം ഉണ്ടാവുക. ഒന്ന് ഒരു ട്രപ്പസോയിഡ് ഷേപ്പ്, ഒന്ന് റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഫിഗർ ആവും കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ 2 ഫിഗറിലുള്ളത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റ് നോക്കി പഠിക്കുക. അല്ലെങ്കിൽ വീഡിയോസ് നമുക്ക് കുറച്ച് വലുതായിട്ട് മാറും. വീഡിയോസ് വലുതായി കഴിഞ്ഞാൽ തന്നെ നിങ്ങളത് നോക്കുന്നത് കുറവാണ്. ഇനി അടുത്ത സെക്ഷനിൽ പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഇതിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് RCC കാൻഡിലിവർ ബീമാണ്. ഈസ് റെസിസ്റ്റൻറ്റ് ഓൺ RCC കോളം ഓഫ് സൈസ് 0.3, 0.4. ഇപ്പോൾ കോളത്തിൻ്റെ സൈസ് തന്നിട്ടുണ്ട്. റീഇൻഫോഴ്സ്മെന്റ് ഓഫ് 6 നമ്പർ. കോളത്തിൽ എത്ര റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്? 6 റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ 3 റീഇൻഫോഴ്സ്മെന്റ് കാണും. ദ ബിയറിംഗ് ഓഫ് കോളം ഈസ് 0.45. അപ്പോൾ ബിയറിംഗ് കോളം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വീതി എത്രയുണ്ട്? അതിൻ്റെ ഉള്ളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് 0.45 ഉണ്ട് മീറ്റർ. The size of the beam is compression beam is 0.3 by 0.3. അപ്പോൾ നമ്മുടെ സൈസ് ഓഫ് ദ ബീം എന്ന് പറഞ്ഞാൽ 0.3 by 0.3 ആണ്. അറ്റ് ദ ഫ്രീ എൻഡിൽ, ഫ്രീ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗമാണ് ഫ്രീ എൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ 0.3 by 0.3 ആണ്. പിന്നെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് 60 mm ഡയമീറ്റർ, 4 നമ്പേഴ്സ് ആണ്. ആൻഡ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 12. അപ്പോൾ ഇവിടെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് എവിടെയാണ് കാണുക? ഏറ്റവും താഴ്ഭാഗത്താണ് കാണുക. പിന്നെ 2 legged stirrups ആണ് തന്നിട്ടുണ്ട്. സ്റ്റിറപ്സ് എന്താണ്? 2 legged ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 8 mm ഡയമീറ്റർ ആണ് അറ്റ് 200. അതിൻ്റെ ഇടയിലുള്ള സ്പേസിങ് എത്ര? 200 mm സ്പേസിങ്. അപ്പോൾ ഈ ഫിഗർ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പ്രകാരമാണ് നിങ്ങൾ വരച്ചു പോവേണ്ടത്. ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ തരാത്തത് ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വർക്കൗട്ട് ഒന്നുകൂടി നോക്കാം. ഇനി അടുത്ത ഫിഗർ ഇനി നെക്സ്റ്റ് വരുന്നത് സ്ലാബ് ആണ്. സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫ്ലാറ്റ് സർഫേസസ് ആണ്. അത് നമ്മൾ ഏത് സ്ട്രക്ചേഴ്സിൻ്റെ മുകളിൽ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗം അടിക്കുന്ന സ്ലാബ് ആയിരിക്കും. അപ്പോൾ ഇത് 2 ടൈപ്സ് ഉണ്ട്. 1 way സ്ലാബ് എന്നും 2 way സ്ലാബ് എന്ന് പറയും. അപ്പോൾ 1 way സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ 1 way സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സപ്പോർട്ടഡ് ബൈ ബീംസ് ആണ്, അല്ലെങ്കിൽ കോളംസിന് മുകളിലുള്ള ബീംസ് സപ്പോർട്ട് ചെയ്യും. 2 ഓപ്പോസിറ്റ് സൈഡ് ആണ്. അതായത് 4 ഭാഗം ബീം ഉണ്ടാവില്ല, 2 സൈഡിലുള്ള ബീം വെച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റേഷ്യോ ലോങ് സ്പാൻ ടു ഷോർട്ടർ സ്പാൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആവും. അതാണ് 1 way സ്ലാബ് എന്ന് പറയുന്നത്. അപ്പോൾ 1 way സ്ലാബ് ഒരു ഡയറക്ഷനിലെ ബെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു 1 way സ്ലാബിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിട്ട്. 2 ബീമിൻ്റെ മുകളിൽ ഉള്ള സ്ലാബ്. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും ബാസ് പ്രൊവൈഡ് ചെയ്യുക? അപ്പോൾ നമ്മൾ ഷോർട്ടർ സ്പാനിലായിരിക്കും എന്ത് വരിക? നമ്മൾ മെയിൻ ബാസ് പ്രൊവൈഡ് ചെയ്യുക. ഷോർട്ട് സ്പാനിന് പാരലായിരിക്കും. പക്ഷെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ബാസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ബാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ മെയിൻ ബാസിന് നമ്മൾ ക്രാങ്ക്ഡ് ബാസ് എന്ന് പറയുന്നത് 2 സൈഡും ബെൻഡിപ്പ് ചെയ്തിട്ടുള്ള ബാസ്. അപ്പോൾ നമുക്ക് 1 way സ്ലാബ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഇനി ഞാൻ അടുത്തത് ഒരു 1 way സ്ലാബ് എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ വരിക എന്നുള്ളത് ഒരു വീഡിയോ വെച്ചിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ആ ഫിഗർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്, ഫോളോയിങ് ആർ ദ ഡീൻ. അപ്പോൾ നമ്മളുടെ റിവിഷൻ ക്ലാസ്സിൽ ചെയ്തൊരു പ്രോബ്ലം ആണ്. അത് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ കീയും ഞാൻ നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. കാരണം ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഇത് നമ്മൾ ഓൾറെഡി ചെയ്തു പോയതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വീഡിയോസ് അന്ന് ഞാൻ യൂട്യൂബിൽ നിന്നുള്ള യൂട്യൂബ് ഷെയർ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം അത് വെച്ചിട്ടും അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇനി ഒരു പുതിയൊരാൾ പഠിക്കാന്നുണ്ടെങ്കിൽ അവന് മനസ്സിലാവുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കണം നിങ്ങൾ. പിന്നെ അടുത്തത് പറയുന്നത് ഒരു 2 വേസ് ലാബ്. 2 വേസ് ലാബ് എപ്പോഴും ചോദിക്കാറില്ല എക്സാമിന്. പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതധികം ചോദിക്കാറില്ല, പക്ഷേ ഞാനിവിടെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ അവിടെ ലോങ് സ്പാൻ ടു ഷോർട്ട് സ്പാൻ്റെ റേഷ്യോ ലെസ് ദാൻ 2 ആവും. അപ്പോൾ 4 ഭാഗം എന്തുണ്ടായിരിക്കും, നമ്മളെ ബീം പ്രൊവൈഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിരിക്കും എന്ത് വരാം, നമ്മൾ സ്ലാബ് പ്രൊവൈഡ്. അതായത് മെയിൻ ബാസ് ഷോർട്ട് സ്പാനിലും വരും, ലോങ് സ്പാനിലും വരും. അപ്പോൾ അതൊരു 2 വേ സ്ലാബ് എന്നുള്ള കണ്ടീഷനിൽ വരും. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതിൽ നോക്കുക, എന്താണ് പറഞ്ഞത്, ഡ്രോ ദ ക്രോസ് സെക്ഷൻ ഓഫ് എലോങ് ഷോർട്ടർ സ്പാൻ ലോങ്ങർ സ്പാൻ ഓഫ് RCC. അപ്പോൾ അതിൽ നിങ്ങൾ സെക്ഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, 2 സൈഡിലുള്ള ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിഗർ വരയ്ക്കുമ്പോൾ 2 വേ സ്ലാബ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് സ്പാൻ കട്ട് ചെയ്തിട്ടുള്ളതും വരയ്ക്കണം എലോങ് ദ ക്രോസ് സെക്ഷൻ. അതായത് ലോങ് സ്പാനിൽ കട്ട് ചെയ്തിട്ടുള്ള ക്രോസ് സെക്ഷൻ നിങ്ങൾ വരയ്ക്കണം. എത്രയേ ഉള്ളൂ. മറ്റേതെല്ലാം സെയിം തന്നെയാണ്. പിന്നെ L/4 നമ്മൾ കട്ട് ചെയ്യുക. അത് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, സെയിം ആയിട്ട് വരയ്ക്കുക. പിന്നെ നമ്മളുടെ ബെൻഡ് ബാർസ് മുകളിൽ വരുമ്പോൾ ക്രോസ് സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ ആ പോർഷൻ എന്ത് ചെയ്യണം, നിങ്ങളിത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഭാഗം നമുക്ക് കാണാത്ത രീതിയിൽ അവിടെ ഡോട്ടഡ് ലൈൻസ് വേണം കൊടുക്കാൻ. പിന്നെ നമുക്ക് കാണുന്ന ഏറ്റവും ബോട്ടം പോർഷൻ പറയുമ്പോൾ കാണുന്നത് എന്തായിരിക്കും, താഴെ എന്തൊക്കെയാണോ നിൽക്കുന്നത്. അപ്പോൾ ആ വീഡിയോസിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. നമ്മുടെ ക്രാങ്ക്ഡ് ബാർ വന്ന് നിൽക്കുമ്പോൾ മുകൾ ഭാഗത്താണ് അത് വന്ന് നിൽക്കുക, താഴെ കാണില്ല. അപ്പോൾ താഴെ എന്താവുള്ളൂ, ആ ക്രാങ്ക് ബാസിൻ്റെ ബാക്കി പോർഷനേ ഉണ്ടാവുള്ളൂ. പിന്നെ അടുത്തത് വരുന്നത് കോളം വിത്ത് ഫ്രൂട്ടിങ്. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ കാണിക്കാം. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഫിഗർ ആക്കണം. അപ്പോൾ നമുക്കത് പ്ലേ ചെയ്യാം, നിങ്ങൾക്കത് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ട് തന്നെയാണ് പറയുന്നത്. ഇതുപോലെയാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പം ഞാൻ കഴിഞ്ഞ ഫിഗറിലത്തെ പ്രോബ്ലത്തിനും ഏകദേശം ഇത് ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ആ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ്. ഇനി അടുത്തത് വരുന്നത് ഒരു സാധാരണ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്നുള്ള രീതിയിൽ തന്നെ. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് മൊഡ്യൂൾ 1. ഇത് നന്നായിട്ട് നോക്കുക. ഇത് ഓൾറെഡി നമ്മൾ റിവിഷൻ കഴിഞ്ഞതാണ്. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ നോക്കുക. ഓൾറെഡി റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം പഠിക്കുക. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾ വരച്ചപ്പോൾ തന്നെ പഠിക്കുക. വായിച്ച് നോക്കരുത്, നിങ്ങൾ വരച്ച് തന്നെ പഠിക്കണം. ഡ്രോയിങ് അല്ലെങ്കിൽ പാസ്സാവില്ല. ഡീറ്റെയിലിംഗ് കറക്റ്റ് കൊടുക്കുക, ഡയമെൻഷൻസ് കറക്റ്റ് ആവണം, റീഎൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽസ് കറക്റ്റ് എഴുതി വെക്കണം. അപ്പോൾ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അടക്കം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോസിൽ തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് നോക്കിയിട്ട് പഠിക്കാൻ നോക്കാം. ഓക്കെ, താങ്ക് യു.